രാസവളത്തിന്റെ അമിത ഉപയോഗം മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനവും മണ്ണിന്റെ ശോഷണവും രൂക്ഷമാകുമ്പോൾ അതിന് പ്രതിവിധി കണ്ടെത്തുകയാണ് ആലപ്പുഴ മുഹമ്മ സ്വദേശി ഡോക്ടർ സേവിച്ചൻ പിജി. റിട്ടയർഡ് ബോട്ടണി അധ്യാപകൻ കൂടിയായ സേവിച്ചൻ പരിസ്ഥിതി സൗഹൃദ ജൈവ ഉൽപ്പന്നങ്ങളുടെ ഒരു നിര തന്നെയാണ് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. 1989 മുതൽ അസോള ഗവേഷണം ആരംഭിച്ചതാണ് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ റിട്ടയർഡ് ബോട്ടണി അധ്യാപകൻ ഡോക്ടർ സേവിച്ചൻ പിജെ. ആ കണ്ടെത്തലുകളാണ് അസോളയിൽ നിന്ന് പരിസ്ഥിതി സൗഹൃദ ജൈവ ഉൽപ്പന്നങ്ങൾ എന്ന ആശയത്തിലേക്ക് നയിച്ചത്. അസോള പ്ലസ് എന്ന ഉൽപ്പന്നമാണ് ഇതിൽ പ്രധാനി. അസോള, ചകിരിച്ചോറ്, മാർക്കറ്റ് വേസ്റ്റ്, കുമിൾ എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന പോഷകസമ്പന്നമായ ജൈവവളമാണ് അസോള പ്ലസ്. ഇന്നത്തെ കാലത്ത് നമ്മൾ രാസവളത്തെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. രാസവളം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നുണ്ട്. അത് പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാസവളം ഉപയോഗിക്കുമ്പോഴും മണ്ണിനും ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് മാറ്റുന്നതിന് വേണ്ടി ഒരു പരിധിവരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ അസോള ഉപയോഗിച്ചൊരു ജൈവവളം ഇവിടെ ഉണ്ടാക്കുന്നത്. ആ വളത്തിൻ്റെ പേരാണ് അസോള പ്ലസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന, എല്ലാവർക്കും അവൻ്റെ ആവശ്യത്തിനുള്ള വളം അവനവൻ്റെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് അസോള വളർച്ച ഉപയോഗിക്കാൻ പറ്റും. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ചില സൂക്ഷ്മാണുക്കൾ ഈ അസോളയ്ക്കകത്ത് ഉള്ളതുകൊണ്ട് അസോളയിൽ പ്രോട്ടീൻ്റെ വാല്യൂ കൂടുതലാണ്, പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ അസോള ചേർത്തുള്ള വളം ഇടുമ്പോഴേക്കും മണ്ണിൽ നൈട്രജൻ്റെയും കാർബൻ്റെയും ഒപ്പം മറ്റ് പല മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് വളത്തിൽ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളിവിടെ ചകിരിച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ചകിരിച്ചോറിൽ നമ്മൾ അസോളയും മീൻ വേസ്റ്റും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് നമ്മൾ ഒരു കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കമ്പോസ്റ്റ് നമ്മൾ 3-4 മാസം വെള്ളമൊഴിച്ചതിന് ശേഷം അത് പൊട്ടിച്ചെടുത്തിട്ട് അതിൽ നിന്നുള്ള വലിയ മുള്ളുകളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളതിനകത്തേക്ക് വീണ്ടും അസോളയും ചാരവും ബയോഗ്യാസ് സ്ലറിയും ചേർത്താണ് അസോള പ്ലസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലാക്കിയിരിക്കുന്നത്. മഴ കിട്ടുമ്പോൾ മാത്രം കിളിർക്കുന്ന വിത്ത് കവചമായ കോക്കോ പോഡാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ്റെ ആശയത്തിൽ നിന്നുദിച്ച മറ്റൊരു ഉൽപ്പന്നം. പക്ഷികളിൽ നിന്നും പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും വിത്തിനെ സംരക്ഷിക്കുന്ന ഇവ കുട്ടികളിൽ അടുക്കളത്തോട്ടം മുതൽ വനവൽക്കരണം വരെയുള്ള കൃഷി താല്പര്യം വളർത്താൻ ഉതകുന്നവയാണ്. പ്ലാസ്റ്റിക് ട്രേക്ക് പകരമായി വിത്തിട്ട് വളർത്തി പറമ്പിലേക്കോ ഗ്രോ ബാഗിലേക്കോ നേരിട്ട് വെക്കാവുന്ന പറിച്ചു നടാത്ത നഴ്സറി ചട്ടികളായ ഫെർട്ടിലൈസ്ഡ് സീഡ് പോട്ട്, ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ചകിരിനാര്, ചകിരിച്ചോറ്, കയർ എന്നിവ കൊണ്ട് നിർമ്മിച്ച 1 ചതുരശ്രടി വിസ്തൃതിയിലുള്ള കഴുകാവുന്ന പോർട്ടബിൾ ഗ്രീൻ ലോണായ കൊക്കോ പെറ്റ് ലോൺ എന്നിവയും സേവിച്ചിൻ്റെ കണ്ടെത്തലുകളാണ്. അങ്ങനെ പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കാർഷിക ലോകത്ത് ഒരു വിപ്ലവത്തിന് തയ്യാറെടുക്കുകയാണ് ഈ റിട്ടയർഡ് അധ്യാപകൻ. അമൃത ന്യൂസ്, ആലപ്പുഴ.